ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 22 അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 22 അധ്യായം മുതൽ വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച് നാം വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബലയാമെന്നാണ്. ഈ ബലയാമിനെക്കുറിച്ച് ഇതിനു മുമ്പ് എവിടെയും വായിക്കുന്നില്ല. അയാൾ ഏത് ജാതിക്കാരനാണെന്നോ ഏത് വംശക്കാരനാണെന്നോ ഒന്നും വായിക്കുന്നില്ല. എന്നാൽ ഇതിന് ശേഷം ബൈബിളിൽ 60-ലധികം പ്രാവശ്യം ബലയാമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 22 അധ്യായത്തിൽ മോവാബ് രാജാവായ ബാലാക്ക് ഇസ്രയേൽ മക്കളെ ഭയപ്പെടുത്തുന്നതായി കാണുന്നു. അതിന് കാരണമുണ്ട്. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ അമോര്യരുടെ രാജാവിനെ അവർ തോൽപ്പിച്ചതായി നമ്മൾ വായിക്കുന്നു. 2 ശക്തരായ രാജാക്കന്മാരെ അവർ തോൽപ്പിച്ചു. അവരുടെ ദേശം അവർ കൈവശമാക്കി. ഇത് സംഭവിച്ചത് അവർ വലിയ ശക്തിയുള്ള ജനമാണ്, അതുകൊണ്ടാണ് എന്നാണ് മോവാബ് രാജാവായ ബാലാക്ക് ചിന്തിച്ചത്. അയാൾ അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ വലിപ്പം കണ്ട് ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന ആളുകളെ കണ്ട് ഭയന്നു. മാത്രമല്ല, അമോര്യരോട് ചെയ്തത് ഇവർ ഞങ്ങളോടും ചെയ്യും എന്ന് മോവാബ് രാജാവായ ബാലാക്ക് ഭയപ്പെട്ടു. പക്ഷെ വാസ്തവം അതല്ല. ഇസ്രായേൽ മക്കൾ അമോര്യരെ ആക്രമിക്കുവാൻ പോയതല്ല. അവർക്ക് അവരെ ആക്രമിക്കുവാൻ യാതൊരു ധാരണയും പരിപാടിയും ഇല്ലായിരുന്നു. എന്നാൽ അമോന്യ രാജാക്കന്മാർ ഇസ്രായേൽ മക്കളെ ആക്രമിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ അവരെ തിരിച്ച് ആക്രമിക്കുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്തത്. ആ കാര്യം മോവാബ് രാജാവായ ബാലാക്കിന് മനസ്സിലായിരുന്നില്ല. ബാലാക്ക് വെറുതെ ഭയപ്പെട്ട് അവരെ തോൽപ്പിക്കാം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തന്നെക്കാൾ ബലമേറിയ രാജാക്കന്മാരെ തോൽപ്പിച്ചവരായതുകൊണ്ട് അവരെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബാലാക്ക് ചിന്തിച്ചു. അപ്പോൾ പിന്നെ വേറെന്തെങ്കിലും ഒരു വഴി ആലോചിക്കണമല്ലോ. അങ്ങനെ താൻ ഒരു വഴി ആലോചിച്ചതാണ് ബലയാം എന്ന പ്രവാചകനെ വിളിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ കാരണം. ഇസ്രായേൽ മക്കൾക്കെതിരെ യുദ്ധത്തിന് പോയവരെല്ലാം തോറ്റു. അവരെക്കാളും ശക്തി എനിക്കില്ല. എന്നാൽ യുദ്ധമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് ഇസ്രായേൽ മക്കളെ തോൽപ്പിക്കാം. അതിനുവേണ്ടി അയാൾ ബലയാം എന്ന ഒരു പ്രവാചകനെ വിളിക്കുവാനായി ആളെ വിട്ടു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 60-ലധികം പ്രാവശ്യം ബലയാമിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലെ 3 പുസ്തകങ്ങളിൽ ബലയാമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യൂദയുടെ ലേഖനത്തിലും പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ബലയാമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ബലയാം മനസ്സിലാക്കിയിരിക്കേണ്ട കഥാപാത്രം തന്നെയാണ്. ആളുകൾ ബലയാമിനെക്കുറിച്ച് എന്താണ് കരുതിയിരുന്നത് എന്ന് നമുക്ക് 6-ാം വാക്യത്തിൽ നിന്ന് കാണാം. ബാലാക്ക് ഒരു സന്ദേശം ബലയാമിന് അയക്കുകയാണ്. അതിങ്ങനെയാണ്: നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കൊണ്ട്, പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്തു നിന്ന് ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബാലാക്കിനും ആ സമയത്ത് ജീവിച്ചിരുന്ന ആളുകൾക്കെല്ലാം ബലയാമിനെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ധാരണ, ബലയാം ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ അയാൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, ബലയാം ആരെയെങ്കിലും ശപിച്ചാൽ അവർ ശപിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ബലയാമിനെ കൊണ്ട് ഇസ്രായേൽ മക്കളെ ശപിപ്പിക്കാം എന്നാണ്
ബാലാക്ക് തീരുമാനിച്ചത്. അതുകൊണ്ട് അയാൾ മോവാബ്യ മൂപ്പന്മാരെയും മിദ്യാന്യ മൂപ്പന്മാരെയും കൂട്ടി ബലയാമിൻ്റെ അടുക്കൽ അയക്കുകയാണ്. അവരൊരു ദക്ഷിണയൊക്കെയുമായിട്ടാണ് ബലയാമിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. മോവാബ്യരെ കുറിച്ച് നമുക്കറിയാം. അവർ ലോത്തിൻ്റെ പരമ്പരയിലുള്ളവരാണ്. അമ്മോന്യരും മോവാബ്യരും അങ്ങനെയാണ്. എന്നാൽ ഈ മിദ്യാന്യർ അവർ ആ ബന്ധത്തിലുള്ളവരല്ല. മിദ്യാന്യർ കച്ചവടക്കാരാണ് എന്ന് മാത്രമല്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നവരല്ല, പല സ്ഥലത്ത് മാറി മാറി താമസിക്കുന്നവരാണ്. അവരുടെ പ്രധാന വരുമാനം ആളുകളെ കൊള്ളയടിക്കുക അല്ലെങ്കിൽ കച്ചവടം ചെയ്യുക. ഇതാണ് അവർ ചെയ്തിരുന്നത്. നമുക്കറിയാം, യോസെഫിനെ അടിമയാക്കി വിറ്റപ്പോൾ മിദ്യാന്യ കൂട്ടങ്ങളാണ് അവനെ അടിമയായി വാങ്ങിയത്. അപ്പോൾ അടിമ കച്ചവടം നടത്തിയിരുന്ന ഒരു കൂട്ടരായിരുന്നു മിദ്യാന്യർ. മിദ്യാന്യർക്ക് ധാർമ്മിക നിലവാരം വളരെ കുറവായിരുന്നു എന്നും നാം ഓർത്തിരിക്കണം. ഇവർ ബാലാക്കിൻ്റെ സന്ദേശവുമായി ബലയാമിൻ്റെ അടുക്കലെത്തി. ബലയാം അവരോട്, ഇന്ന് രാത്രിയുടെ പാർപ്പിൻ, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ മോവാബ്യ പ്രഭുക്കന്മാർ അവിടെ പാർത്തു. ഇവിടെ യഹോവയെക്കുറിച്ച് ബലയാമാണ് പറയുന്നത്. വേറൊരു ദൈവത്തെക്കുറിച്ചും ബലയാം പറഞ്ഞില്ല. സത്യദൈവമായ യഹോവയെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം. ഇതിൻ്റെ അർത്ഥം, ദൈവം ഇതിനു മുമ്പ് ബലയാമിനോട് സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ എന്താണ് ഇതിനു മുമ്പ് പറഞ്ഞത് നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും ബലയാമിന് ദൈവത്തെ അറിയാമായിരുന്നു. ദൈവം ബലയാമിനോട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് രാത്രി ദൈവം ബലയാമിനോട് സംസാരിച്ചു. ഇവിടെ വന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു. ബലയാം ദൈവത്തോട്, ഒരു ജനം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു, നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം എന്ന് അവർ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും ബലയാമിന് ഇസ്രയേൽ മക്കളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നുവോ എന്ന് നമുക്ക് സംശയമാണ്. ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അവർ ദൈവത്തിൻ്റെ ജനമാണെന്നും ബലയാമിന് അറിഞ്ഞിരിക്കാം. പക്ഷേ ദൈവം ബലയാമിനോട് ചോദിച്ചത്, ഇതാരാണ്, ഇവരെന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഇസ്രയേലിൽ നിന്ന് ഒരു ജനം പുറപ്പെട്ടു വന്നിരിക്കുന്നു, അവരെ ശപിക്കണം. ഒരുപക്ഷെ ബലയാം ഇവിടെ അജ്ഞത നടിക്കുകയാണ്. എനിക്കറിഞ്ഞുകൂടാ ഇതാരാണെന്ന്. പക്ഷേ ഇവർ വന്ന് എന്നോട് പറയുന്നു, മിസ്രയീമിൽ നിന്നൊരു കൂട്ടം ജനങ്ങൾ വന്നിരിക്കുന്നു, അവരെ ശപിക്കണം. രാജാവാണ് അയച്ചിരിക്കുന്നത്, അതുകൊണ്ട് പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്. ദൈവം വളരെ വ്യക്തമായി 12-ാം വാക്യത്തിൽ പറഞ്ഞു, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ ദൈവം പറഞ്ഞ ഒരു കാര്യം, അവരെ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ദൈവമാണിത് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായം വരെ ഇസ്രയേൽ മക്കൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവർ പിറുകിയും മത്സരിക്കുകയും അവിശ്വസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ഒക്കെ ചെയ്തവരാണെങ്കിലും ദൈവം വേറൊരാളോട് അവരെക്കുറിച്ച് പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ട ജനം എന്നാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ദൈവജനം ഒരു കുറവുമില്ലാത്ത ആളുകളല്ല. എന്നാൽ അവരുടെ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ദൈവം അവരെ അനുഗ്രഹിക്കാമെന്നൊരു ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ അനുഗ്രഹിച്ച ആ ജനത്തെ ശപിക്കരുത്. ദൈവം ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ബലയാമിനോട് സംസാരിച്ചു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.